ഹലോ, ഇറ്റ്സ് ഡേ 3 ഓഫ് പ്രൊജക്റ്റ് SYM. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി എടുത്തത് സൺഡേയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ പോയി, നല്ല സ്കൈ ഒക്കെ കണ്ടിട്ട് രാവിലെ കുറച്ച് നേരം പഠിക്കാമെന്ന് കരുതി. അങ്ങനെ വന്നിരുന്നിട്ട് സ്ട്രക്ചറൽ ബയോളജി തന്നെ പിന്നെ ഇരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു നമ്മുടെ ഡേ 3. അപ്പോൾ ഞാൻ സൺഡേയിലെ വീഡിയോസ് യൂഷ്വലി മൺഡേ നൈറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് എഡിറ്റ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ബഹളം കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മോർണിംഗിലാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ ഞാൻ ട്യൂസ്ഡേ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക. സൺഡേ ആയതുകൊണ്ട് ഫുൾ ഫ്രീ ആയിരിക്കും, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്ട്രക്ചറൽ ബയോളജി ഇരുന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പണിയൊക്കെ വന്നു. അങ്ങനെ അത്ര പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലാസ് ഉള്ള ദിവസമായിരിക്കും ഞാൻ കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നതാണ്. കാരണം ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ രാവിലെ എണീറ്റ് റെഡി ആയിട്ട് പോയി ആ ഒരു പോകുന്നതിൻ്റെ ആ ഒരു മൂമെൻ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസം പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും എനിക്ക് കുറേ കൂടെ ഡിസ്ട്രാക്ഷൻസ് വരുന്ന പോലെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ക്രോഷ്യ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ കുറേ പരിപാടിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് TEDx ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് കോളേജിൽ TEDx കോളേജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് ജാനുവരിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഷൂട്ടിങ്ങും എല്ലാം ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. നിങ്ങൾക്ക് സൗണ്ട് വല്ല വ്യത്യാസം എൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ രാവിലെ ഇരുന്നിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് രാവിലെ എണീറ്റ് കുറച്ച് നേരത്തേക്ക് ഈ സൗണ്ട് ആയിരിക്കും. കുറേ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴേ ഇത് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങളിപ്പോൾ ഫോണിൽ നോക്കിയിട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. നിങ്ങൾക്ക് കിടക്കാം ഇഫ് നിങ്ങൾക്കുള്ള ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ലൈഫിൽ കുറച്ചുകൂടെ ഒന്നും അച്ചീവ് ചെയ്യാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ കിടന്ന് ഫോൺ നോക്കി ചില്ല് ചെയ്ത് നടക്കാം. പക്ഷേ അതല്ല, നിങ്ങൾക്ക് കുറേ കൂടെയൊക്കെ അച്ചീവ് ചെയ്യണം, സക്സസ്ഫുൾ ആവണം, ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡുള്ളവരാണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആവാൻ പാടില്ല. ആ വീഡിയോയിൽ ആക്ച്വലി ഒരു ചേച്ചിയാണ് വന്നിരുന്ന് പറയുന്നത്. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞ്, ഐ വിൽ ഓൾവേസ് ബി അൺകംഫർട്ടബിൾ ഇഫ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ടേക്സ് ടു ഗെറ്റ് മൈ ഡ്രീം ലൈഫ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. കാരണം നമ്മളെല്ലാവരും, എസ്പെഷ്യലി ഞാൻ, ഒരു പണി എടുക്കാണ്ട് സെമസ്റ്റർ ഫുള്ള് പഠിക്കാതെ നടന്ന് എക്സാമിൻ്റെ തലേന്ന് പഠിക്കാനായിട്ട് എടുത്ത് ഗ്രേഡ്സും കുറഞ്ഞ്, അപ്പോൾ നമ്മൾ ലൈഫിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നില്ല. ഫോണിൽ, ഇൻസ്റ്റഗ്രാമിലും, റീൽസിലും, ഷോർട്സിലും എല്ലാം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഐ ഓപ്പണിങ് പോലെയാണ് എനിക്കിത് തോന്നിയത്. കാരണം നമ്മളാരും ഇപ്പോൾ ജീവിക്കുന്ന ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കുറേ കൂടെ നല്ലത് വേണം, കുറേ കൂടെ അടിപൊളിയാക്കണം, കുറേ കൂടെ സക്സസ്ഫുൾ ആവണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പം ഇറ്റ് ടേക്സ് ഡിസിപ്ലിൻ. നമുക്കൊരു സുഖം കാണത്തില്ല. എൻജോയിങ്ങും ചില്ലിങ്ങും ഒന്നും ആയിരിക്കത്തില്ല. രാവിലെ എണീക്കണം എന്നായിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യണം എന്നായിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാണ്ട് പണിയെടുക്കുന്നതായിരിക്കും. നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തോട്ട് എത്താനായിട്ട് കുറേ കഷ്ടപ്പാടുകളുണ്ടാവും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ലെവലാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊക്കെ അങ്ങനെ അല്ലല്ലോ. കുറേ ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ പണിയെടുക്കാൻ കഴിയത്തുമില്ല. ഇവിടെ ബെഡിൽ കംഫർട്ടബിളായിട്ട് കിടന്ന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് ആക്ച്വലി ഈ വീഡിയോയിൽ പറയണം തോന്നി. കാരണം അത് എനിക്കൂടെ ഉള്ളൊരു ലെസൺ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ട്രാക്റ്റഡായി. അതായത് പഠിച്ച് ബോറടിച്ച് ഞാൻ ക്രോഷ്യ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. കാരണം ഐ എം വെരി ബാഡ് അറ്റ് എക്സ്പ്ലെയിനിങ് തിങ്സ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു കാര്യമോ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കാറുണ്ട്. ബട്ട് എനിക്ക് എൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. എല്ലാം വഴിയെ ശരിയാക്കണം. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ കുറേ കഷ്ടപ്പെടുന്ന കാണുന്നുണ്ടാവും.
സംഭവം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സ്റ്റിച്ചും കുറച്ച് ടൈറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിലോട്ട് പിന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നല്ല പാട് വിടുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമ്മുടെ ചെയ്യുന്ന പ്രൊജക്റ്റ് ടൈറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് നല്ല ടൈറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെച്ച് ആയി പോകും. അങ്ങനെ കുറച്ച് നേരം ക്രോഷിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ടെഡെക്സിൻ്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നൈറ്റായി. अभी रुझा भाई क्या कर रहे थे? नहीं किया कुछ का उठा लो। ഇതിപ്പോൾ പ്രൊജക്റ്റ് SYവിൻ്റെ സ്റ്റഡി വ്ലോഗ്സ് ആണോ അതെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പഠിത്തമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ വന്നിരുന്ന് പഠിച്ചു. പക്ഷേ തിരിച്ച് വന്നപ്പോൾ പഠിച്ച സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നു. ഞാൻ ഫോൺ കുത്തിയിട്ടിട്ടാണ് പഠിച്ചത്. പിന്നെ ഫോണൊക്കെ എടുത്തിരുന്നപ്പോൾ ഞാൻ ടേബിളിൽ റുബിക്സ് ക്യൂബ് കണ്ടു. അതിൻ്റെ പുറകെ പോയി. അപ്പോൾ എൻ്റെ സോൾവിങ് സ്കിൽസൊക്കെ ഞാൻ ഫ്ലെക്സ് ചെയ്യാൻ ഇവിടെ ഇരുന്നിട്ട്. എന്തോ അറിയത്തില്ല, വലിയ കാര്യമൊന്നുമില്ല. 2 മിനിറ്റൊക്കെ എടുക്കും. ഞാൻ അത്ര സ്പീഡിൽ സോൾവ് ചെയ്യുന്നതാണെന്നല്ല. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിക്കുള്ള ഡിന്നർ കഴിക്കാൻ പോയി. പിന്നെ തിരിച്ചു വന്നിരുന്ന് കുറച്ച് നേരം പഠിച്ചായിരുന്നു. പിന്നെ വീഡിയോ കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. എന്നിട്ട് കിടന്നുറങ്ങി. അപ്പം ഡേ 3യുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് എല്ലാം കുറവാണ്, പ്രത്യേകിച്ച് ആരും കാണുന്നൊന്നുമില്ല. എന്നാലും എൻ്റെ മോട്ടിവേഷൻ കീപ്പ് ചെയ്യാനായിട്ട് എനിക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും സ്റ്റഡി വ്ളോഗ്സ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാൻ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ബൈ.